ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കുറേയായി ഓരോ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ ഇനി ഒരു സമയക്കുറവ് കാരണമാണ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇനി മുതൽ ഞാൻ ശ്രമിക്കും, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇത് സ്കൂൾ അടച്ചതിന് ശേഷം ഒരു ദിവസമാണ് കേട്ടോ. നമ്മുടെ ക്രിസ്മസ് ലീവിന് വേണ്ടി സ്കൂൾ അടച്ചല്ലോ. അപ്പം 24-ാം തീയതി രാവിലെയാണ് കേട്ടോ. ഞാനിപ്പം ഉള്ളത് തൃശ്ശൂരാണ്. ഇത് തൃശ്ശൂരാണ്, പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. എനിക്ക് പോകേണ്ടത് കോഴിക്കോടാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ കുറച്ച് മീറ്റ് വാങ്ങാൻ വന്നത്, നമ്മുടെ പോർക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പുതുക്കാട് മാർക്കറ്റിലാണേ. അപ്പം ഞങ്ങൾ കൊടകരയിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഇവിടെ പുതുക്കാട് മാർക്കറ്റൊക്കെ രാവിലെ തന്നെ ഓപ്പൺ ആവും. അപ്പം അങ്ങനെ മീറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ കണ്ട വണ്ടിയിലൊക്കെ മീറ്റായിരുന്നു കേട്ടോ. പോർക്കിൻ്റെ പോർക്കായിരുന്നേ. പിന്നെ രാവിലെ തന്നെയുള്ള ബീഫും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവെക്കുന്നുണ്ട് രാവിലെ തന്നെയാണ്. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് പോർക്ക് വേണം എന്നുള്ളൊരു ആവശ്യം കൊണ്ടാണ് ഞങ്ങൾ ഇത്ര നേരത്തെ എഴുന്നേറ്റ് വന്നത്. 6:30-ക്കാണ് വണ്ടി, തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ. അപ്പം വരുന്ന വഴിക്ക് ഇവിടെ കയറി വാങ്ങാണ്. സമയം 5:50 പുതുക്കാട് നിന്ന് ഇനി തൃശ്ശൂരേക്ക് എത്തണം. അപ്പം ഇവരിപ്പം വണ്ടിയിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള പോർക്കൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സമയം കുറച്ചേ ഉള്ളൂ. ഇനി പെട്ടെന്ന് തന്നെ പോയി ഏട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയി. ഞങ്ങൾ വേഗം അപ്പുറത്ത് പോയിട്ട് നമുക്ക് മാറി കയറൊക്കെ ചെയ്യണമായിരുന്നു. ഈ പ്ലാറ്റ്ഫോം എന്ന് പറയാം, അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ പോയിട്ടൊക്കെ വേണം കടക്കാൻ. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. അവിടെ ആ ബോർഡ് കാണില്ലേ, തൃശ്ശൂർന്ന്, അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ആ ട്രെയിനില്ലേ, അതാണ് ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിൻ കേട്ടോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ വന്നിട്ടില്ല. ഞാനും മക്കളും അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അവസാനം 6:45 ട്രെയിൻ എടുത്തു. 6:38 ആകുമ്പോഴത്തേക്ക് ഏട്ടൻ ടിക്കറ്റ് എടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. സീറ്റ് ഏറ്റവും ഫ്രണ്ടിലായിരുന്നേ. ഏറ്റവും ഫ്രണ്ടിൽ ഒരു 2 സീറ്റ് മാത്രം, 2 എന്താ പറയുക കമ്പാർട്ട്മെൻറ്റ്, ഒരു കുഞ്ഞ് ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ്, ചെറിയൊരു ബോഗി. അതിലാകെ കുറഞ്ഞ സീറ്റ് ഉണ്ടാവുള്ളൂ. ആ ഡ്രൈവർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലോക്കോ പൈലറ്റിൻ്റെ ബാക്കിൽ വരുന്ന ആ സീറ്റ് കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ അതിൽ കയറിയിരുന്നു. ഭയങ്കര റഷായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ എന്തോ ഭാഗത്തിന് നമ്മൾക്ക് സീറ്റ് കിട്ടി. പിന്നെ ഞാൻ എനിക്ക് തിരക്ക് കാരണം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തി, എൻ്റെ വീട്ടിനടുത്ത് വന്ന് ഇറങ്ങി. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ച ബിൽഡിങ് ഞാൻ പഠിച്ച UP സ്കൂളായിരുന്നു കേട്ടോ. അതാണ് ഞാൻ കാണിച്ചത്. ഇപ്പോൾ വനമുഖം കോടിക്കൽ UP സ്കൂൾ, തിക്കോടി, കോടിക്കൽ ബീച്ച് എന്ന് കാണും, അതാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു, സ്കൂളൊക്കെ ആകെ മാറി. നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയല്ല, ഇപ്പം പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സ്കൂളൊക്കെ. നല്ല ചിത്രങ്ങളൊക്കെ കൊടുത്ത് ഈ കണ്ടില്ലേ ഫ്രണ്ടിൽ ഇപ്പം ഇങ്ങനെ അടിപൊളിയാക്കിയിട്ടുണ്ട് സ്കൂൾ കാണാനൊക്കെ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് 1 മിനിറ്റ് നടന്നാൽ മതി ആ വഴിക്ക്. സ്കൂളിൻ്റെ മതിലിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് നമ്മുടെ വീട്. വീട്ടിലെത്തി ഭക്ഷണം ഒരു കുളിയൊക്കെ പാസ്സാക്കി ഭക്ഷണം കഴിച്ചു കേട്ടോ. മുട്ടക്കറിയും പൊറോട്ടയായിരുന്നു കേട്ടോ രാവിലത്തേക്ക് അമ്മ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ കുട്ടികളെല്ലാവരും കൂടി, ഏട്ടൻ്റെ മക്കളും എൻ്റെ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി നല്ല അടിച്ച് പൊളിച്ച് ഉത്സവത്തിന് പ്രതീതിയായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടാവുമല്ലോ ഒരുമിച്ച്. അങ്ങനെ പിന്നെ കൂടുതലായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. കുട്ടികളെ നോക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ അച്ഛൻ മീനൊക്കെ കൊണ്ട്, നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ല മീൻകറിയും പൊരിച്ച മീനൊക്കെ കൂട്ടി ചോറൊക്കെ തിന്നോട്ടാ. അതിലും കഴിഞ്ഞ് അതൊക്കെ തന്നെയാണ്, കാര്യമായിട്ട് ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം മീനൊക്കെ പിടിച്ചു വെച്ചാൽ നല്ല ഫ്രഷ് മീനായിരുന്നേ. ചൂടോടെ കറിയിലാക്കി ചോറൊക്കെ തിന്നു കഴിഞ്ഞു. അങ്ങനെ പിന്നെ അതിൻ്റെ ഞാൻ വേറെ ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. പിന്നെ രാത്രി ഇച്ചിരി നെയ്ച്ചോറും ബീഫ് കറി ഉണ്ടാക്കിയിരുന്നു. കാരണം എൻ്റെ ആങ്ങളയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നല്ലോണം, ഞാനാണ് പോയിട്ട് നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ വെച്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, ചേട്ടൻ ഫ്രണ്ട്സൊക്കെ കഴിക്കാൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് ചോറിലും തന്നെ ഞങ്ങൾ കിടന്നുറങ്ങിയത് അടുത്ത ദിവസം രാവിലെ കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ട്രിപ്പ് ഉണ്ടായിരുന്നേ പറശ്ശിനിക്കടവിലേക്ക്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. നമ്മുടെ